കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ കരാറുകാരന്റെ അനാസ്ഥയിൽ 60ഓളം വീട്ടുകാരുടെ കുടിവെള്ളം പ്രതിസന്ധിയിൽ. വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതിയിലുള്ള ഉപഭോക്താക്കൾക്കാണ് വേനൽ കടുത്തതോടെ വെള്ളത്തിന് ക്ഷാമം നേരിട്ടിരിക്കുന്നത്. കരാറുകാരൻ സമയത്തിന് ചെക്ക് ഡാമിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാലാണ് കുളം വറ്റിയതെന്ന ആരോപണമാണ് നാട്ടുകാർക്കുള്ളത്. 20 വർഷം മുൻപ് ആരംഭിച്ചതാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതി. ചിന്നാർ പുഴയെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ കുളം നിർമ്മിച്ചിരിക്കുന്നത്. പുഴയിലെ ജലം കുളത്തിലേക്ക് കടത്തിവിട്ട് ശുദ്ധീകരിച്ചാണ് 60ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നത്. വേനലായാൽ പുഴയിലെ വെള്ളം താഴുന്നതിനാൽ പുഴയിലുള്ള പാറകളെ ബന്ധിപ്പിച്ച് മണൽച്ചാക്കുകൾ അടുക്കി വെള്ളം തടഞ്ഞു നിർത്തി ജലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് കുളത്തിലേക്ക് കടത്തിവിട്ടാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. മഴക്കാലത്ത് പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ച് മണൽച്ചാക്കുകൾ ഒഴുകിപ്പോകുന്നതിനാൽ എല്ലാ വർഷവും ഈ പ്രവൃത്തി തുടർന്നു പോരുകയായിരുന്നു. ഈ ബുദ്ധിമുട്ടുകൾ 3 വർഷം മുമ്പ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നാട്ടുകാരുടെ ആവശ്യപ്രകാരം പുഴയ്ക്ക് കുറുകെ 1.5 മീറ്റർ ഉയരത്തിൽ ഒരു ചെക്ക് ഡാം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും ഇതിനായി 87 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത നാട്ടുകാരൻ കൂടിയായ കരാറുകാരൻ കഴിഞ്ഞ വർഷം മുതലാണ് പണി ആരംഭിച്ചത്. എന്നാൽ പുഴയുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുവാനുള്ള കോൺക്രീറ്റ് പണികൾ പൂർത്തിയാക്കി പുഴയിലെ ഉയർന്നു നിന്നിരുന്ന പാറകൾ പൊട്ടിച്ചു മാറ്റിയതിനു ശേഷം ഒരു അറിയിപ്പുമില്ലാതെ പണി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ചെമ്പകപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡന്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ജലക്ഷാമം മൂലം ഒരു നിവൃത്തിയില്ലാതെ വർഷങ്ങളായി ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളം കുറഞ്ഞ് കഴിയുമ്പോഴത്തേനും മണൽച്ചാക്ക് അടിക്കുകയാണ് കിട്ടുന്നത്. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സാറ് ഞങ്ങൾക്ക് ഒരു 87 ലക്ഷം രൂപ അനുവദിച്ചു തരികയും അതിൻ്റെ പണികൾ 3 വർഷക്കാലം ആയിട്ട് തുടങ്ങി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് ഈ 57 കുടുംബക്കാർക്ക്, അതായത് ഇവിടെ പാവപ്പെട്ടവരുണ്ട്, ഒരു നിവൃത്തിയില്ലാത്തവരുണ്ട്, ജലക്ഷാമം ഏറ്റവും രൂക്ഷമായ ഒരു പ്രദേശമാണ്. അത് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് ഇത്രയും ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചേരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ ആവശ്യപ്പെടാനുള്ളത്. പുഴയിലെ പാറകൾ പൊട്ടിച്ചു മാറ്റിയതോടെ മണൽച്ചാക്കുകൾ അടുക്കി താൽക്കാലിക തടയണ നിർമ്മിക്കുവാനുള്ള വഴിയും തടസ്സപ്പെട്ടു. വലിയ കുന്നിന് മുകളിലാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ എന്നതിനാൽ വാഹനത്തിൽ വെള്ളം എത്തിക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ്. നിലവിൽ ഇപ്പോൾ ഈ ആറ്റിലെ വെള്ളം താന്നു പോയതുകൊണ്ട് കിണറ്റിൽ ഒട്ടും വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഈ വെള്ളം ഇപ്പം നമുക്ക് താരതമ്യം അടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ ഇന്നലെ മുതൽ ഈ കുടിവെള്ള പദ്ധതി നിന്നിരിക്കുകയാണ്. അതിന് പല ആവർത്തി മെമ്പർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ സംസാരിപ്പിച്ചാണ്. പുള്ളി ഇതുവരെ ഇതിനെക്കുറിച്ചൊരു ശാശ്വതമായ പരിഹാരം പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എത്രയും വേഗം ആൾക്കാരെല്ലാം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കുടിവെള്ള പദ്ധതി നമുക്ക് പുള്ളിയോട് വേറെ വൈരാഗ്യ കാര്യങ്ങളൊന്നുമില്ല. എത്രയും വേഗം ഒന്നി തടയണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തി തൽക്കാലമായി നമുക്ക് തരികയും പുള്ളി വർക്ക് ചെയ്യുകയും ചെയ്തോട്ടെ. അതിനകത്ത് നമുക്കൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ പുള്ളി അതിനകത്തിൽ ഒരു മര്യാദ ഇതുവരെയും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ നാടിൻ്റെ പരിഹാരം കണ്ടെത്തി ഞങ്ങൾക്ക് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കുടിവെള്ളം സജ്ജമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെട്ട അധികാരികൾ സാധാരണക്കാരായ തങ്ങളുടെ ദുരിതം കാണണമെന്നും എത്രയും വേഗം ചെക്ക് ഡാമിന്റെ പണികൾ പൂർത്തീകരിക്കുവാൻ കരാറുകാരന് സമ്മർദ്ദം ചെലുത്തുകയോ കരാർ മാറ്റി നൽകുകയോ ചെയ്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.